ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മൾ ഇന്ന് പോകുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിലെ നമ്മുടെ ഒരു ഏക മലയാളി റെസ്റ്റോറൻ്റ് എന്ന് പറയാം. ലോസ് ആഞ്ചൽസിൽ മാത്രമല്ല, ഈ സദേൺ കാലിഫോർണിയ ഏരിയയിൽ വരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കൂടിയാണ്. അത് തന്നെയല്ല, ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണലി ആളുകൾ അറിയപ്പെടുന്ന ഒരു വലിയൊരു റെസ്റ്റോറൻ്റാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മയൂര റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് ലോസ് ആഞ്ചൽസിൽ കൾവർ സിറ്റി എന്ന് പറയുന്ന സിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ ഒരു ഫുഡ് എക്സ്പീരിയൻസും അവിടുത്തെ കാഴ്ചകളും ഒന്ന് നമുക്ക് കാണാം. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വെനീസ് ബൊളിവാർഡിലാണ് കേട്ടോ ഇതുള്ളത്. അതെ, ഞാൻ കാണുന്ന കേട്ടോ. അവിടെ നിന്ന് റൈറ്റ് എടുക്കണം. നല്ല അടിപൊളി ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയ. നമുക്ക് കറക്റ്റ് ഒരു പാർക്കിംഗ് കിട്ടിട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ റെഡിയല്ലേ? റെഡിയാണ്. ഐഷ റെഡിയാണോ? Yes, and the reason why is because after this we're gonna go to my friend Iron's house. ഓക്കെ, ഐറിന്റെ വീട്ടിൽ പോവാം. മോനു റെഡിയാണോ? എന്താ വേണ്ട ഇവിടുന്ന് സ്പെഷ്യലായിട്ട്? ബിരിയാണി, പുളിശ്ശേരി ബിരിയാണി തൈര്. ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 1.5 വർഷമായി. വന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ലോസ് ആഞ്ചൽസിൽ പോയി കഴിഞ്ഞിട്ട് ലോസ് ആഞ്ചൽസിൽ നിന്ന് വീണ്ടും വെസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ പലതവണ ലോസ് ആഞ്ചൽസിൽ വന്നപ്പോഴും ലോസ് ആഞ്ചൽസ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വന്ന് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്ത് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ലോസ് ആഞ്ചൽസ് കറങ്ങി അടിച്ച് വന്നപ്പോഴാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫുഡ് അധികം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്നാലും കുട്ടികളും റോഷനിയും എല്ലാവരുമായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യും. ഞാൻ ചെറിയ രീതിയിലായിരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നുള്ളൂ. എന്തായാലും നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്കൊന്ന് കയറി ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഇതാണ് മയൂര റെസ്റ്റോറൻറ്റ്. ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാക്കി ഇറങ്ങി പോലും. ഹായ് ഹായ്, ഹലോ. ഈ റെസ്റ്റോറൻറ്റ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ട് ഇവിടുത്തെ ഒരു ഇതൊന്ന് പരിചയപ്പെടാം. ഇത് ഷിയാബിക്ക ഇവിടുത്തെ എംപ്ലോയിയാണ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. കാസർഗോഡുകാരനാണ്. ഷിയാബിക്കായും നമ്മൾ പോയ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ, ഇന്ന് പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഹലാൽ ഫുഡാണോ എന്നുള്ളത്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷിയാബിക്ക പറഞ്ഞു ഇവിടെ ഹലാൽ ഫുഡാണ്. ഷിയാബിക്കാണ് ഇതൊക്കെ മീറ്റൊക്കെ വാങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അതുകൂടെ ആയപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായി. ധൈര്യമായിട്ട് വന്ന് കഴിക്കാം. അപ്പോൾ അടിപൊളിയായി. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെജിറ്റേറിയനോ കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫുഡിൻ്റെ പരിപാടിയിലേക്ക് പോകാം. ഐഷ എന്താ നോക്കണേ? ഐഷയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടല്ലേ? അപ്പം ഉണ്ട്, പുളിശ്ശേരി മാത്രമില്ല എന്നാണ് ഇവിടെ. ചോദിച്ചു നോക്കി, ആങ്കിൽ വരുമ്പോൾ ചോദിച്ചു നോക്കട്ടാ. റോഷനി എന്താ ഓർഡർ ചെയ്യണേ? നമുക്ക് ആദ്യം നമ്മളെത്ര 1.5 വർഷമായില്ലേ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ വന്നിട്ട്. നമ്മുടെ മെനു ഒക്കെ കണ്ടിട്ട് ഒരു ഭയങ്കര ഒരു സന്തോഷം. പല ടൈപ്പ് ദോശയുണ്ട്. ആണോ? റോഷി ദോശയുടെ ആളാണ് കേട്ടോ. റോഷിയൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഇവിടുത്തെ മെനുവിൽ തന്നെയാണ് കേട്ടോ ഹലാൽ എന്നുള്ളത്. നല്ലൊരു അടിപൊളി മെനു ആണ്. ഈ മെനു എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു മെനു. ലഞ്ച് താലി വേണോ? ലഞ്ച് താലി ഉണ്ടോ? ഓക്കെ, ഞാനൊന്ന് അത് കഴിക്കാം. വെജിറ്റേറിയനും ഉണ്ട്, നോൺ വെജിറ്റേറിയനും ഉണ്ട്. വെജിറ്റേറിയൻ കഴിക്കാം ഞാൻ. എന്നിട്ട് പിന്നെ വേറെ ഐഷ ലഞ്ച് താലി ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഫുഡായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പുളിശ്ശേരി ഉണ്ടാവും. വേറെ എന്താ വേണ്ടേ? ഐഷയ്ക്ക് വേണ്ട എന്താ പറഞ്ഞു? എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു. ഓക്കെ ഓക്കെ. കാണുന്നതെല്ലാം ഓർഡർ ചെയ്യണം. വയറിൽ കൊള്ളണത് ഓർഡർ ചെയ്താൽ പോരെ? നമ്മുടെ ഗീ റോസ്റ്റ് വന്നു. ഗീ റോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഐഷയ്ക്ക് മസാല ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ആൻറ്റി നമുക്ക് സ്പെഷ്യലായിട്ട് മസാല ദോശയുടെ മസാല സൈഡാക്കി വെച്ച് തന്നു. ഐഷ ഹാപ്പിയായോ? യെസ്. ഇനിയാണ് നമ്മുടെ ബീഫും പൊറോട്ടയും. അടിപൊളി. ഞാൻ കഴിക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞു നമുക്ക്
ഇപ്പം അത് കഴിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. അപ്പോൾ മോനാണിന്ന് ബീഫും പൊറോട്ടയും കഴിക്കാൻ പോകുന്നത്. ഞാനൊരു വെജിറ്റേറിയൻ ഊണാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈശ? യമ്മി? കയ്യൊന്നും കഴുകണ്ടേ? നോ? ആർ യു ഷുവർ? നമ്മുടെ ചിക്കൻ താലി എത്തി, വെജ് താലി എത്തി. യെസ്, അതിൻ്റെ കൂടെ നമ്മളൊരു അപ്പമായിട്ട് പറഞ്ഞു, ഒരു ബ്രെഡ് ഉണ്ട് ഇതിൻ്റെ കൂടെ. നമുക്ക് അപ്പം വേണമെങ്കിൽ അപ്പം പറയാം, അതല്ലെങ്കിൽ നാനോ വേറെ എന്തെങ്കിലും പറയാം. എല്ലാവരുടെയും ഫുഡ് എത്തി. നമ്മളെന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പൊറോട്ടയും ബീഫും ഒന്ന് കഴിച്ചു നോക്കണമല്ലോ. നമ്മൾ മുമ്പ് ആഞ്ചപ്പറിൽ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിച്ച ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ്റെ നമ്മൾ അധികം കഴിക്കുന്നില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം ബീഫും പൊറോട്ടയും ഒന്ന് കഴിച്ചു നോക്കാം. ആണോ? നല്ല അടിപൊളി ടേസ്റ്റാണ് പൊറോട്ടയും ബീഫും. This is how you know I'm called the Mangala. That's a bit of shot. Then I dip a lot of that. എങ്ങനെയുണ്ട്? യെസ്. മോന് എങ്ങനെയുണ്ടാ പൊറോട്ടയും ബീഫും? ആണോ? അവൻ തലയ്ക്ക് മത്ത് പിടിച്ച പോലെ കണ്ടിരിക്കുന്നത്, ഭയങ്കര ഇഷ്ടമായി. സാധാരണ അവനക്ക് ബീഫ് പല്ലിന്റെ ഇടയിലേക്ക് അത്രയ്ക്ക് കയറുന്നില്ലെന്ന്, അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് മോന് സാധാരണ മോന് ബീഫ് അങ്ങനെ അധികം കഴിക്കാറില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് ബീഫ് വേണമെന്ന് വെച്ചപ്പോൾ അവൻ പൊറോട്ടയുടെ കൂടെ ആയതുകൊണ്ട് ബീഫ് വേണമെന്ന് പറഞ്ഞു. നാട്ടിലങ്ങനെ പൊറോട്ട അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊറോട്ടയും ബീഫും ഒന്നും ഇങ്ങനെ എപ്പോഴും നാട്ടിലാണെങ്കിലും അധികം അവനങ്ങനെ കഴിച്ചിട്ടില്ല. അങ്ങനെയുണ്ട്. ഇനി ഊണിലേക്ക് കിടക്കാം. പപ്പടം പതുക്കെ മാറ്റി വയ്ക്കാം. ഇതൊക്കെയാണ് സാമ്പാർ, തോരൻ, കറികൾ, പായസം, അപ്പം. നോൺ വെജ് താലിയിൽ റൈസ്, പൊറോട്ട. നിനക്ക് പൊറോട്ടയാണോ? ഞാൻ പൊറോട്ട വേണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു ബ്രെഡ് ഓർഡർ ചെയ്യാം. അത് ഇവിടെ ബ്രെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ പൊറോട്ട അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കഴിക്കാം. കൂടാതെ നോൺ വെജ് താലിയാണ് റോഷനി ഓർഡർ ചെയ്തത്. അതിൻ്റെ അകത്ത് എന്താണ് നോൺ വെജ് ആയിട്ട്? ബാക്കി കറിയൊക്കെ സെയിം ആണ്. പിന്നെ എനിക്ക് അഡീഷണൽ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നോൺ വെജ് താലിയുടെ കൂടെ ഒരു ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഇത് എനിക്ക് അതിന് പകരം ഈ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. വെജിറ്റേറിയൻ ഡിഷ് ഒന്നും എനിക്ക് അങ്ങനെ അധികം അറിയില്ല പേരുകൾ. പനീറാന്ന് തോന്നുന്നു. പനീറാണല്ലേ? Even though we haven't left this place, I know I'm going to mix this food. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഐഷയ്ക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് മിസ് ചെയ്യുമെന്നാണ് പറയണത്. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായി പോയി. അതാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഇടയ്ക്ക് വരാമോളൂ. ഡോണ്ട് വറി. ഓക്കെ. ചേട്ടാ ഫേവറേറ്റ് പുളിശ്ശേരി ഇച്ചിരി ഒഴിക്കണം അവിടെ. നമ്മുടെ അപ്പത്തിൻ്റെ കളറ് കണ്ടോ? നല്ല കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പർ അപ്പാട്ടോ. എനിക്ക് ചോറിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് അപ്പമാണ്. ഭയങ്കര അടിപൊളിയായി. ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയുക, നല്ല ഇങ്ങനെ കുറേ നാളായി ഇത്രയും നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് മാത്രമേ നമ്മുടെ കേരള ഫുഡ് നമ്മൾ കഴിക്കാറുള്ളൂ. പുറത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. നമുക്ക് സുഖമില്ലാതെ നിന്ന് 2 ദിവസം നമ്മൾ ജസൻ്റെ മിറിൻ്റെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നല്ല അടിപൊളി മലയാളി ഫുഡ് കഴിച്ചായിരുന്നു 2 ദിവസം. എന്താ പറയുന്നത്, എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഓരോന്നും മികച്ചത് തന്നെ അല്ലേ? അടിപൊളി. പെരുന്നാളായിട്ട് നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പായസമാണ്. അപ്പം എനിക്ക് നാട്ടിലെ ചെറുപയർ പായസം, അതുപോലെ തന്നെ നാടൻ പായസങ്ങൾ, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി പായസം. ഈ ഒരു പായസം മതി നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ അടിപൊളിയാവാം. എന്തായാലും നമ്മുടെ ഈ പായസം നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി പായസം കേട്ടോ, സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? അപ്പൊ പെരുന്നാള് പൂർണ്ണമായി ഇവിടെ വന്നപ്പോ. പായസം. ഐഷയുടെ പിരമിഡ് ഇത് എത്രയായിട്ടുള്ളല്ലോ? ഇനി ഹാഫ് പിരമിഡ് കൂടി ഉണ്ടല്ലോ. My pyramid is full. My belly pyramid is full. ബെല്ലി പിരമിഡ് ഫുള്ളായോ? ഇത്ര കഴിച്ചപ്പോഴത്തേക്കോ? സമോസ. No, but like it was this much. And I ate this much. Yeah. കാണുമ്പോ ആക്രാന്ത ഫുഡ് കാണുമ്പോ അല്ലേ? കഴിക്കൂല. എന്നിട്ട്
ഇതിപ്പോ ഇരിക്കണ കണ്ടു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന പോലെ ഉണ്ടോ? ഭക്ഷണം കഴിച്ച അവശതയായിട്ട് ഇത്ര നേരത്തെ ലുക്കല്ല കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ച് വീണു. ബാലൻസ് വന്ന ഫുഡ് മൊത്തം നമ്മളൊരു ബോക്സിലേക്ക് ആക്കിട്ടോ. അത് വെച്ച് ഡാൻസ് കളിക്കണോ? Yes. അതിന് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനുള്ള ഡാൻസ് അല്ലേ? Yes. നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് എന്താ പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ തന്നെ കലാകാരന്മാർ ഒരുപാട് വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. അപ്പം അതിലെല്ലാം അവർ വന്നിരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഇന്നൊരു ഹറിയിൽ വന്നിട്ടാണിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. ഈ ചേട്ടനൊക്കെ നമ്മൾ എന്താ പറയുക പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ആൻറ്റി. ഒരുപാട് സംസാരിച്ച് പുള്ളിക്കാരിയായിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെ നമുക്കിവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചു. അപ്പോൾ ആൻറ്റി പിന്നെ വീഡിയോയിലേക്ക് ഒന്ന് വരികയാണ്. അപ്പോൾ താങ്ക് യു, അടിപൊളി ഫുഡായിരുന്നു, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. എന്താ പറയുക നല്ല ഫുഡായിരുന്നു. ഇപ്പോൾ ആൻറ്റി അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളടുത്ത് സംസാരിക്കുന്ന ഒരു സന്തോഷം കിട്ടി. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റി. നിങ്ങളൊക്കെ കാണുക എന്ന് വെച്ചാൽ ഒരു മലയാളി ശബ്ദം കേൾക്കണമല്ലേ, എന്തൊരു സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു. മലയാളി മുഖങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിംഗ് ഫോർ us. അതെ, ഞങ്ങളുടെ വീട് ഇവിടുന്ന് ഇത്തിരി ദൂരമായി പോയി. അത് മാത്രമേ നമുക്കൊരു വിഷമമുള്ളൂ. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. തീർച്ചയായും അതെ അതെ തീർച്ചയായിട്ടും ഇനി അതൊക്കെ ഇറങ്ങാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബൈ ബൈ. താങ്ക് യു. യെസ്, അങ്ങനെ നമ്മുടെ മോനൊരു ബാഗൊക്കെ കിട്ടിയല്ലോ. ഇത് പാക്കേജാ? അങ്ങനെ ബൈ ബൈ മയൂര. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമേരിക്കയിൽ വന്നതിന് ശേഷം ഉള്ള നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇന്ന് നമ്മൾ നിറവേറ്റിയത്. അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. ചോറ്, അപ്പം, പൊറോട്ട, ബീഫ്, അതുപോലെ ചിക്കൻ അടിപൊളിയായിരുന്നു അല്ലേ? ദോശ. ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും വലിയ സംശയം നമുക്കിവിടെ ഹലാൽ ഫുഡ് ഉണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക 100ൽ 100 മാർക്കായി. പിന്നെ ഇവർ ഹലാൽ ഫുഡ് മേടിക്കുന്ന ആളുകൾ അവർ സ്ഥിരമായിട്ട് പോയി ഒരു സ്ഥലത്ത് തന്നെ ഇവർ തുടങ്ങിയപ്പോൾ മുതൽ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അതൊക്കെ പറഞ്ഞു. തന്നെയല്ല, ഇത് മുമ്പൊരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ വാങ്ങിയിരുന്നിടത്ത് തന്നെയാണ് ഇപ്പോൾ ഇവരും ഇതൊക്കെ വാങ്ങുന്നതെന്ന് പറഞ്ഞു. കൂടാതെ എന്താ പറയുന്നത് ഫുഡ് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുക. നമ്മുടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് എന്താ പറയുന്നത് സദേൺ കാലിഫോർണിയയിലെ ഏക റെസ്റ്റോറൻ്റാണ് ഈ ഒരു മലയാളി റെസ്റ്റോറൻറ്റ്. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ആൻറ്റിയൊക്കെ വളരെയധികം വാമാണ് അല്ലേ, വാം വെൽക്കമിങ് ആണ്. അതുപോലെ തന്നെ വളരെ ഹാപ്പിയാണ്. നമുക്കും എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വളരെയധികം സന്തോഷം. മയൂര ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫുഡ് എക്സ്പീരിയൻസ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. എന്താ? Did you know that every single food here is halal? Okay. Okay, bye bye. Bye. Eid Mubarak.